ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് ആരോടും പറയാതെ അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് രഹസ്യമായിട്ട് ആരോടും പറയാതെ, നിങ്ങളോട് പോലും പറയാതെ അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് നിങ്ങളെക്കുറിച്ചിട്ടാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഇത് ഡ്രീമാണ്, വളരെ പോസിറ്റീവ്. ബോട്ടം ഓഫ് ദ ഡക്ക് മെച്യൂരിറ്റി ആണ്. ലെറ്റ് ഗോ വന്നിട്ടുണ്ട്. പാസ്റ്റിനെ ക്ലീൻ ചെയ്യുന്നതായിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഡ്രീമും പാസ്റ്റും ലെറ്റ് ഗോയൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പം നിങ്ങളുടെ മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഇവർ വളരെയധികം ആഗ്രഹിക്കുകയാണ്. സോ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ വളരെയധികം സ്വപ്നം കാണുകയാണ് നിങ്ങളെ. ഓക്കെ, അപ്പം നിങ്ങളെ ഇങ്ങനെ സ്വപ്നം കാണുന്നത് കൊണ്ടാണ് അതവരെ ടോർച്ചർ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആക്കുന്നുണ്ടാകാം. ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവരിങ്ങനെ സ്വപ്നം കാണുന്ന ഒരവസ്ഥ. മേ ബി അവർ മറക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പ് പറഞ്ഞതിൻ്റെ ശേഷം ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം. അങ്ങനെ ശ്രമിക്കുമ്പോഴും നിങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. അവർ സ്വപ്നം കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ മെമ്മറീസുകൾ ഇങ്ങനെ വരുമ്പം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓർമ്മകൾ വരിക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ വരിക. സോ നിങ്ങളുടെ പ്രസൻസ് അവരിങ്ങനെ പിന്നെയും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് നടക്കുകയാണ്. അവരെത്ര ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിച്ചാലും അതിലൊരു ഇത് വരുത്താൻ അവർക്ക് പറ്റുന്നില്ല. സോ ആ ഒരു പാസ്റ്റിനെ ക്ലീൻ ചെയ്യാൻ അവർ ഭയങ്കരമായിട്ടും സ്ട്രെസ് എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് അവർക്ക് പറ്റാത്തൊരവസ്ഥയാണ്. അവർ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതൊരു കണക്ഷൻ കാണിക്കുന്നതാണ്. നിങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ കാണിക്കുകയാണ് അവിടെ. ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് മേ ബി നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലായിരിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നിൽക്കുകയാണ്, ശരിയാവില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഇത് പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ വിട്ടു പോവുക എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പാസ്റ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി നിങ്ങളുടെ എനർജിയും ഇങ്ങനെയായിരിക്കാം, പാസ്റ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പം ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യം ഇതാണ്, ആ പേഴ്സൺ വളരെയധികം ഡ്രീം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവർ ഡ്രീം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം അതിലവർ നിങ്ങളുടെ പ്രസൻസ് ആണ് ആഗ്രഹിക്കുന്നത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ മനസ്സുകൊണ്ട്. ഡ്രീം എന്ന് പറയുമ്പം ആരും അറിയാത്തൊരു സംഭവമാണ്. അത് കാണുന്ന ആൾക്ക്, അല്ലെങ്കിൽ അത് വിചാരിച്ചിങ്ങനെ കാണുന്ന ഒരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ചിട്ട് അറിയുള്ളൂ, അല്ലേ? അപ്പം രഹസ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്താ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് വെച്ചാൽ ആ ഒരു പാസ്റ്റിലെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങളാണ്. ഓക്കെ, അപ്പം മെയിൻലി പറയേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഓക്കെ, നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോ കാർഡ്സ് എടുക്കാം. സക്സസും അതുപോലെ തന്നെ ഒരു വറി ചെയ്യുന്ന കാർഡുമാണ് വരുന്നത്. ഓക്കെ, ചില ന്യൂസുകൾ കേൾക്കുന്നുണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട്. മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും ന്യൂസുകൾ, അതായത് അവരെ ടെൻസ്ഡ് ആക്കുന്ന എന്തെങ്കിലും ന്യൂസുകൾ. നിങ്ങളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ മൂൺ എനർജിയുടെ വന്നിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ
നിങ്ങളുടെ എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസുകൾ അല്ലെങ്കിൽ നിങ്ങൾ റീൽസൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഫെയിം ആകുമ്പോൾ അല്ലെങ്കിൽ ഫേമസ് ആകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ലൈക്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പം ഇവർക്ക് ടെൻഷൻ ആവുകയാണ്. ഇവർ വറി ചെയ്യുക, എന്താ കൈവിട്ട് പോയോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകാം അവർ ഹാപ്പിയാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഹാപ്പിയാണെന്നുള്ള രീതിയിൽ. അപ്പം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എങ്ങനെ പോയൊരു വ്യക്തിയാണെങ്കിലും വന്നിട്ട് എങ്ങനെ പോയൊരു വ്യക്തിയാണെങ്കിലും ഇപ്പം നിങ്ങൾ സന്തോഷത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സഹിക്കുന്നില്ല, അത് അവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, അയ്യോ ഞാനില്ലാതെ സന്തോഷത്തിലാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ചിന്താഗതി ഈ പേഴ്സൺ വരികയാണ്. സോ അവർ വറി ചെയ്യുന്നതായിട്ടാണ്. നിങ്ങൾക്ക് കിട്ടുന്ന സക്സസ്സിലാണ് ഇവർക്ക് ടെൻഷൻ വരുന്നതെന്നുള്ളതാണ് കാണുന്നത്. ദാറ്റ് മീൻസ് മേ ബി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആക്റ്റീവ് ആകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിരിച്ചു നിൽക്കുന്നത് ആരെങ്കിലും വഴി ഇവർ അറിയുന്നുണ്ടാകാം. നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ പുറത്ത് കാണിക്കാത്തതായിരിക്കാം, നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര ഹാപ്പിയായി നടക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള എനർജിയിലൊക്കെ നടക്കുമ്പം അത് ഈ പേഴ്സണെ സംബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ കാണും. നിങ്ങൾ ചിലപ്പം ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് നിങ്ങൾ ഹാപ്പിയാണ്, അപ്പം അവർക്കത് അക്സെപ്റ്റ് ആവുന്നില്ല. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഇല്ലാതെ ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. ഓക്കെ, ഇവിടെ അവരുടെ ലൈഫിലെ സിറ്റുവേഷൻ അവർ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരുടെ ലൈഫിലെ സിറ്റുവേഷൻ എന്താണോ അത് പേടിയുണ്ട് അവർക്ക്. അതിൻ്റെ അതുപോലെ മൂൺ എനർജി വരുമ്പോൾ തന്നെ പരമാവധി ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക്. എങ്ങനെയാണൊന്ന് തുറന്നു പറയുക, അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ എന്താണ് അവസ്ഥ, മേ ബി ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെടുത്ത് പറഞ്ഞാലും അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം. സോ പേടിയുടെ ഒരു കാര്യം വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ആൻസൈറ്റിയാണ്, ഭയങ്കര ഡെസ്പായി പോവുക. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ മെമ്മറീസ് ഒരുപാട്, മെമ്മറീസ് മീൻസ് നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീമാണ് അവർക്ക് കൂടുതൽ, ആ ഒരു പ്രസൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെ ഒരു അട്രാക്ഷൻ വരുമ്പോൾ, ആ ഒരു പ്രസൻസിലേക്ക് വരുമ്പം അവർക്ക് എന്താണ് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ആവുക. കാരണം കൂടെ നിങ്ങളില്ലായിരിക്കാം ഇപ്പോൾ. ഓക്കെ, കൂടുതൽ പേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം. മനസ്സിലാക്കുക, ഇത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള രഹസ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഷെയർ ചെയ്യാൻ അവർക്ക് പേടി ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഷെയർ ചെയ്യാനൊരു പേടി ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞാൽ നിങ്ങളതിനെ എങ്ങനെ കാണും, മേ ബി അങ്ങനെ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും. ഉപദ്രവം മീൻസ് വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പറയും എന്നൊക്കെയുള്ളൊരു ഇതൊക്കെ അവർക്ക് ഉണ്ടാവും. ഓക്കെ, ആൻഡ് സൺ കാർഡ് കണ്ടു, വളരെ പോസിറ്റീവാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വെളിച്ചം വരുമ്പം ഈ പേഴ്സണും കൂടെ വേണം, അയ്യോ ഞാനും കൂടെ വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുക. അതായത് നിങ്ങളുടെ സന്തോഷത്തിൽ അവർക്കും വേണം. ഇവർക്ക് സന്തോഷമുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ സന്തോഷമുണ്ട്, അത് നിങ്ങൾക്ക് എന്ത് കിട്ടിയതുമായിരിക്കാം കേട്ടോ. മേ ബി നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു സക്സസ്സിലേക്കൊക്കെ എത്തിയതൊക്കെ ആയിരിക്കാം. അപ്പം അവരത് അറിയുമ്പം അവരെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ അവർക്ക് ഇങ്ങനെ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു പോസസീവ്നെസ് ഒക്കെ തോന്നുന്നത് എന്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൂടെ ഇല്ല, ഇവർ ഇല്ലാതെ ഒറ്റയ്ക്ക് നിങ്ങളത് നേടി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഹാപ്പി ആവുകയാണ്. അങ്ങനെ കാണുമ്പം അവർക്കൊരു ഇത് വരാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. സോ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ഈ പേഴ്സൻ്റെ ചുറ്റും എത്ര പേരുണ്ടെങ്കിലും ഈ പേഴ്സൺ ഒറ്റയ്ക്കായി പോവുകയാണ്. ഓക്കെ, എലോൺ ആയി പോവുകയാണ്. ചുറ്റിനും ഒരുപാട് പേര്, ഓപ്ഷൻസൊക്കെ ഇവർക്ക് ഒരുപാടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവർക്ക്. പക്ഷെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇവരെ സംബന്ധിച്ച് ചില സമയത്ത് നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുകയാണ്. ഓക്കെ, ആ എഫക്റ്റ് ആവുമ്പം അവർ ഒറ്റയ്ക്കായി പോവുക. ചുറ്റിന് ആളുള്ളതൊന്നും ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഭയങ്കര ഡെസ്പായി പോകുന്ന ഒരു എനർജി. ഫൂൾ കാർഡാണ്. ഒരു ഫ്രീഡം വേണമെന്നുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പം അവരുടെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം, എന്താണ് നിങ്ങളുടെ ഇടയിൽ അവർ മൂന്നാമത് നിൽക്കുന്ന ആ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ ഒരു പ്രശ്നം എന്താണെങ്കിലും അതിൽ നിന്നൊരു ഫ്രീഡം വേണം. ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനായിരിക്കാം. ഒരു ഫ്രീഡം വേണം എന്നുള്ളത് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഫ്രീഡം കിട്ടിയാലേ ഈ ഒരു പുതിയ തുടക്കത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുള്ളൂ. സോ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അവർ. 9 of Wands ആണിത്.
9 ഓഫ് വൺസ് കുറച്ച് ഹാർഡ് വർക്ക്, കുറച്ചല്ല, അവർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്കൊരു മാറ്റം ഉണ്ടാകൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് വേണം. അത് അവരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഇപ്പം എനർജി കാണുമ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഹാർഡ് വർക്ക് വേണം എന്നുള്ളത് കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് മേ ബി നിങ്ങളിപ്പം ഇതിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടാകാം. അപ്പം അങ്ങനെ മൂവ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പേഴ്സൺ ഓടിച്ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അക്സെപ്റ്റ് ആക്കണം എന്നില്ല. നിങ്ങൾ വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കാം, അവർ ചെയ്തതുപോലെ തിരിച്ച് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ മാത്രമേ ഒരു റീയൂണിയൻ സംഭവിക്കൂ എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് കുറച്ച് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ കുറച്ചൊരു ലോങ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഹെർമിറ്റാണ്, സ്പിരിച്വാലിറ്റി കാണിക്കുന്നതാണ്. ഈ പേഴ്സൺ കാരണം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോയ ആളുകൾ ഉണ്ടാവുമായിരിക്കും. ഈ പേഴ്സൺ കാരണം, ഈ പേഴ്സൻ്റെ കാര്യത്തിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ട് നിങ്ങൾ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ടുണ്ടാവും. അതൊരു ലെസൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം. സോ ഈ പേഴ്സണെ സംബന്ധിച്ച് ഒരു എനർജി കിട്ടുമ്പം ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാളുടെ എനർജിയാണ്. പബ്ലിക്കിൽ നിന്ന് നോക്കുമ്പം കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കരമായിട്ടും ബോൾഡായിട്ട്, അല്ലെങ്കിൽ 4 ആൾ കാണേ നല്ല മനുഷ്യൻ. ഓക്കെ, പക്ഷേ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇവരുടെ റിയൽ സ്വഭാവം അറിയുള്ളൂ. ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, എത്ര ഏജ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും. അപ്പം ഇവരെ സംബന്ധിച്ച് ഇപ്പം അവർ നിങ്ങളുടെ പ്രസൻസ് ആണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഡ്രീം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഇതാണ്. ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടി നോക്കാം. എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ്? ഇപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആളുകളുടെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോഴും നിങ്ങൾ ചേസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് തന്നെ തിങ്ക് ചെയ്യുക, അവരെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നോക്കുക, അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക. കൂടുതലും അവർക്ക് വേണ്ടിയിട്ട് എനർജി കൊടുക്കുന്ന ആളുകളുടെ എനർജിയോട് കൂടുതൽ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, യു ആർ ഓൺലി ലിമിറ്റഡ് ബൈ വാട്ട് യു ബിലീവ് ഇൻ പോസിബിൾ. ഡെവിൾ കാർഡാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും റിമൂവ് ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്തിട്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ചിന്ത മാത്രമാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ അത് തിരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അതായത് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളാ. പുറത്തോട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ തോന്നലാന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ആക്കുക. ഓക്കെ, ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഹാർട്ട് ബ്രോക്കൺ കാർഡാണിത്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴും നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇനിയും ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾ മുന്നിൽ നിൽക്കുക. അതായത് ബെറ്റർ ആക്കാനുള്ളൊരു ടൈമാണിത്, ബെസ്റ്റ് ടൈമാണെന്നുള്ളതാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നഷ്ടബോധത്തിൻ്റെ, നിങ്ങൾക്കിത് മേ ബി ഇത് അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ പേഴ്സൻ്റെ ഒരു വേർതിരിവ്, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് എപ്പോഴും സന്തോഷങ്ങൾ മാത്രം കിട്ടില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് ലൈഫിനെ കാണുക. അതിൽ വരുന്ന കാര്യങ്ങൾ സന്തോഷമായാലും സ്വീകരിക്കുക, സങ്കടമായാലും സ്വീകരിക്കുക, ആൻഡ് അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് അങ്ങനെയും ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് കാണുമ്പോൾ മാത്രമേ നമ്മൾക്ക് പലതരത്തിൽ വരുന്ന കാര്യങ്ങളെ പലതരത്തിൽ തന്നെ സ്വീകരിക്കാനും തിരിച്ചടിക്കാനും ഒക്കെ കഴിയുള്ളൂ. ഓക്കെ, അപ്പം സന്തോഷം മാത്രം, എനിക്ക് എപ്പോഴും സന്തോഷം മാത്രം, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും സ്നേഹം മാത്രം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല. കാരണം അതൊരു പേഴ്സൺ ആണ്, അതൊരു ഹ്യൂമൻ ആണ്, അവർക്ക് എനർജി ഉണ്ട്, അവർക്ക് കാര്യങ്ങളുണ്ടാകും, ലൈഫിൽ വേറെ സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പം നമ്മൾ ആദ്യം നമ്മളുടെ കാര്യത്തിലേക്കൊന്ന് കോൺസെൻട്രേറ്റഡ് ആവുക. ഓക്കെ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് ദെൻ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ കുറേ പേരുടെ എനർജി, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിലും ഇപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുന്ന എനർജികൾ കാണുന്നു. മാറാനുള്ള സമയമാണ്, മാറുക. ഓക്കെ, ഇവിടെ റിയൂണിയൻ പോസിബിലിറ്റി കണ്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ അത് കുറച്ചൊന്ന് ഹാർഡാണ്. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം
ചില കാര്യങ്ങൾ പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അത് ആ ഒരു വെയിറ്റിംഗ് പ്രോസസ്സ് തന്നെ നിൽക്കട്ടെ. അപ്പം നിങ്ങൾ പറയും കുറേ വർഷമായിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ചിലത് നമ്മളിലേക്ക് എത്താനുള്ളതാണ്, ചിലത് നമ്മളിലേക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ലൈഫിനെ സിമ്പിളായിട്ട് കാണാൻ വരുന്നത്. വിട്ടു കൊടുക്കുക, വരട്ടെ, വരുമ്പോൾ വരട്ടെ. അതുവരെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക. സോ മാറാനുള്ള സമയമാണ്, മാറുക. അതാണ് മെയിൻ ഗൈഡൻസ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.